ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് കേരള PSC മുമ്പ് നടത്തിയിട്ടുള്ള ചോദ്യപേപ്പറുകളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ സീരീസിലെ ആദ്യത്തെ വീഡിയോ ക്ലാസ്സാണ്. നമ്മളിവിടെ മുൻപ് കേരള PSC നടത്തിയ പരീക്ഷാ പേപ്പറുകളും അവയുടെ ഉത്തരങ്ങളും ഒപ്പം ഓരോ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ക്ലാസ്സുകളാണ് പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ സീരീസിലൂടെ. ഇന്ന് ആദ്യത്തെ വീഡിയോ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് കേരള PSC 2014 നടത്തിയ മെയിൽ വാർഡൻ തസ്തികയിലേക്ക് നടത്തിയ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഒപ്പം ആ ഉത്തരങ്ങളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ നിലനിർത്തുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം. അൺഅക്കാഡമി എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ഇന്ത്യൻ നദികളുമായി ബന്ധപ്പെട്ട് എൻ്റെ ആദ്യത്തെ കോഴ്സ് ഇപ്പോൾ ലഭ്യമാണ്. ഞാനതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അതിൽ 6 ലെസൺസുകൾ ഇന്ത്യൻ നദികളുമായി ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് PSC പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 6 ലെസൺസുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഈ ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് അതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്കത് കാണുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. ഇത് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ചോദ്യം എന്ന് പറയുന്നത് 1932 ഭരണഘടനാ പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധമായി തിരുവിതാംകൂറിൽ ആരംഭിച്ച സമരം ഏത് എന്നതാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച ആദ്യത്തെ ചോദ്യം. തന്നിരിക്കുന്ന 4 ഓപ്ഷനുകൾ: ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം, ഓപ്ഷൻ ബി നിവർത്തന പ്രക്ഷോഭം, ഓപ്ഷൻ സി മലയാളി മെമ്മോറിയൽ, ഓപ്ഷൻ ഡി ഉപ്പ് സത്യാഗ്രഹം. തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, നിവർത്തന പ്രക്ഷോഭമാണ്. 1932 ഭരണഘടനാ പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധമായി തിരുവിതാംകൂറിൽ ആരംഭിച്ച സമരമാണ് നിവർത്തന പ്രക്ഷോഭം എന്ന കാര്യം ഓർക്കുക. അതോടൊപ്പം തന്നെ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകൾ വൈക്കം സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, ഉപ്പ് സത്യാഗ്രഹം. ഇത് PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് PSCയിലൊക്കെ ചോദിച്ച് കാണാറുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ഉത്തരമായ നിവർത്തന പ്രക്ഷോഭത്തിലൂടെ തന്നെ തുടങ്ങാം. ഇത് നടത്തുന്നത് ശ്രീമൂലം പ്രജാസഭയിലേക്ക് വോട്ടവകാശം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത്. നേതൃത്വം നൽകിയ വ്യക്തി ആരെന്ന് ചോദിക്കാറുണ്ട്. C. കേശവനാണ്. ഈ നിവർത്തന പ്രക്ഷോഭമാണ് PSC രൂപീകരണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം കൂടി ഓർക്കുക. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്, അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേര് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. C. കേശവനാണ്. PSC രൂപീകരണത്തിലേക്ക് നയിച്ചത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. നിവർത്തന പ്രക്ഷോഭമാണ്. അതേപോലെ വോട്ടവകാശം ശ്രീമൂലം പ്രജാസഭയിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ടും നടക്കുന്നതെന്ന കാര്യം കൂടി ഓർക്കുക. ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്നു വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. മൊത്തം 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളും അവസാനിക്കുമ്പോൾ റാണി സേതുലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. വൈക്കം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മന്നത്ത് പത്മനാഭൻ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ ജാഥയാണ് സവർണ ജാഥ എന്ന കാര്യം ഓർക്കുക. ഈ സവർണ ജാഥ സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മിബായിക്കാണെന്ന കാര്യം കൂടി ഓർക്കുക. ഓപ്ഷൻ സിയിലേക്ക് വരുമ്പോൾ മലയാളി മെമ്മോറിയൽ 1891 10,028 ആൾക്കാർ ഒപ്പിട്ട ഒരു നിവേദനം ശ്രീമൂലം തിരുനാളിന് മുന്നിൽ സമർപ്പിക്കുകയുണ്ടായി. ഈ നിവേദനമാണ് മലയാളി മെമ്മോറിയൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് നേതൃത്വം നൽകിയ വ്യക്തി GP പിള്ളയാണ്. ഒപ്പം തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ഡിയിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട വേദിയാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ എന്ന കാര്യം ഓർക്കുക. ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട വ്യക്തിയാണ് K. കേളപ്പൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേരള ഗാന്ധി എന്നും വിളിക്കുന്നു. ഒന്നാമത്തെ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. നമ്മൾ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രതയേറിയ ജില്ല ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ആലപ്പുഴ, മലപ്പുറം, തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവയാണ് തന്നിരിക്കുന്ന 4 ഓപ്ഷനുകൾ. ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയാണ് 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ജില്ല എന്ന കാര്യം ഓർക്കുക. അതേപോലെ തന്നെ അറിഞ്ഞിരിക്കുക,
തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജില്ല എന്ന് നാം പഠിച്ചു. അപ്പോൾ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏതെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഏതാണ്? ഇടുക്കി ജില്ലയാണ്. അതേപോലെ കേരളത്തിൻ്റെ ജനസാന്ദ്രത എന്ന് പറയുന്നത് 860 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയിൽ ജനസാന്ദ്രതയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് 2011 സെൻസസ് പ്രകാരം കേരളം. ആ കേരളത്തിൻ്റെ ജനസാന്ദ്രത 860 കിലോമീറ്റർ സ്ക്വയറാണ്. തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഓപ്ഷൻ എയുമായി ബന്ധപ്പെട്ട്, അതായത് ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് അറിയുക, 2011 സെൻസസിൽ ഏറ്റവും കുറവ് പട്ടികവർഗ്ഗക്കാരുണ്ടായിരുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ഒപ്പം ഏറ്റവും കൂടുതൽ പട്ടികവർഗ്ഗക്കാർ എവിടെയാണെന്നും കൂടെ അറിയുക, വയനാട് ജില്ലയിലാണ്. 2011 സെൻസസ് പ്രകാരം ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണ്. ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട് ജില്ലയാണ് എന്ന കാര്യം ഓർക്കുക. രണ്ടാമത്തെ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളും പരിചയപ്പെട്ടു. ഇനി നമ്മൾ 3-ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 3-ാമത്തെ ചോദ്യം ഇതാണ്: നക്ഷത്ര ആമകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് എന്നതാണ് നമ്മുടെ 3-ാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന 4 ഓപ്ഷനുകൾ: ചിന്നാർ, പേപ്പാറ, പറമ്പിക്കുളം, നെയ്യാർ. ഇതിൽ ഉത്തരം ഓപ്ഷൻ എ ആണ്, ചിന്നാറാണ്. നക്ഷത്ര ആമകളെ കാണപ്പെടുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ വന്യജീവി സങ്കേതം, പേപ്പാറ വന്യജീവി സങ്കേതം, പറമ്പിക്കുളം വന്യജീവി സങ്കേതം, നെയ്യാർ വന്യജീവി സങ്കേതം. ഇവയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളിലൊന്ന്, ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക. ഒപ്പം പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലും, നെയ്യാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണെന്നും, പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും, ഒപ്പം തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ പറ്റുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ മൊത്തം വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം അറിഞ്ഞിരിക്കുക 17 എന്ന കാര്യം കൂടി ഓർക്കുക. ഇനി 4-ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 4-ാമത്തെ ചോദ്യം: കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങളുള്ള ജില്ല ഏത് എന്നതാണ് 4-ാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്, എറണാകുളം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വ്യവസായവൽക്കരിക്കപ്പെട്ട ജില്ല എറണാകുളം, 2-ാമത് പാലക്കാട് ജില്ലയാണ്. ഇതിൽ തന്നെ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക എറണാകുളം ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക എറണാകുളം ജില്ലയാണ്. ഒപ്പം കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് അറിയുക, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ ജില്ല. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ലയും അറിയുക കൊല്ലം ജില്ലയാണ്. കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട്, കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം. മരച്ചീനി കൃഷി കൂടുതലുള്ള ജില്ലയാണ് ഏത്? തിരുവനന്തപുരം ജില്ല എന്ന കാര്യം ഓർക്കുക. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. 5-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 5-ാമത്തെ ചോദ്യം: ഭൂരഹിതരില്ലാത്ത കേരളത്തിലെ ആദ്യ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതെന്നാണ് നമ്മുടെ 5-ാമത്തെ ചോദ്യം. 4 ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്, കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയാണ് ഭൂരഹിതരില്ലാത്ത കേരളത്തിലെ ആദ്യ ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത്. ഇനി അറിഞ്ഞിരിക്കുക, ഇടുക്കിയിലെ മാട്ടുപ്പെട്ടി കേരളത്തിലെ ആദ്യ മാതൃകാ കന്നുകാലി ഗ്രാമമാണെന്ന കാര്യം ഓർക്കുക. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ കന്നുകാലി ഗ്രാമം ഇടുക്കിയിലെ മാട്ടുപ്പെട്ടിയാണ്. ഒപ്പം കോട്ടയം എന്ന 2-ാമത്തെ ഓപ്ഷനിൽ നിന്ന് ഓർക്കുക, സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം ഏതെന്ന് ചോദിച്ചാൽ കോട്ടയമാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ എറണാകുളമാണെന്ന് പഠിച്ചു. അതേപോലെ തന്നെ ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ പട്ടണം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക കോട്ടയമാണ്. തിരുവനന്തപുരം ആദ്യ കോർപ്പറേഷനാണ് കേരളത്തിലെ ആദ്യ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഒപ്പം കണ്ണൂരുമായിട്ട് ബന്ധപ്പെട്ടറിയുക, 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ലയാണ് കണ്ണൂർ ജില്ല എന്ന കാര്യവും ഓർത്തിരിക്കുക. 6-ാമത്തെ ചോദ്യം: ഛത്തീസ്ഗഡുമായി അതിർത്തി പങ്കിടാത്ത സംസ്ഥാനം ഏതാണ്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്താണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി എന്നിവയിലൂടെ കടന്നു പോകുമ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഛത്തീസ്ഗഡുമായിട്ട് അതിർത്തി പങ്കിടാത്ത സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഒഡീഷ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ ഓരോ ഓപ്ഷനുകളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക, ഒഡീഷ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഭുവനേശ്വറാണ്. മധ്യപ്രദേശിൻ്റേത് ഭോപ്പാളാണ്. മഹാരാഷ്ട്രയുടേത് മുംബൈയാണ്. ഒപ്പം പശ്ചിമ ബംഗാളിൻ്റേത് കൊൽക്കത്തയാണ് എന്ന കാര്യം കൂടി ഓർക്കുക.
ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വർ, മധ്യപ്രദേശിൻ്റെ ഭോപ്പാൽ, മഹാരാഷ്ട്രയുടെ മുംബൈ, പശ്ചിമ ബംഗാളിൻ്റെത് കൊൽക്കത്തയാണ്. ഏഴാമത്തെ ചോദ്യം, വനവിസ്തൃതി കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉത്തരം ഓപ്ഷൻ എ ആണ്. ആൻഡമാൻ നിക്കോബർ ദ്വീപാണ് വനവിസ്തൃതി കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം. ഓരോ ഓപ്ഷനിലൂടെയും പോയാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ. ലക്ഷദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം. ഒപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതമുള്ള കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കുറവ് സ്ത്രീ പുരുഷ അനുപാതമുള്ള കേന്ദ്രഭരണ പ്രദേശം ദാമൻ ദിയു ആണ്. തന്നിരിക്കുന്ന ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്ന ഛത്തീസ്ഗഡ് എന്ന കേന്ദ്രഭരണ പ്രദേശം പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും സംയുക്ത തലസ്ഥാനമാണ് എന്ന കാര്യം കൂടി ഓർക്കുക. പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശമാണ് ഛത്തീസ്ഗഡ് എന്ന കാര്യം കൂടി ഓർക്കുക. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യമാണ്. USA ടെന്നസി വാലി അതോറിറ്റിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ ആരംഭിച്ച നദീതട പദ്ധതി ഏത് എന്നതാണ് നമ്മുടെ ചോദ്യം. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉത്തരം ദാമോദർ നദീതട പദ്ധതിയാണ്. USA ടെന്നസി വാലി അതോറിറ്റിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ ആരംഭിച്ച നദീതട പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. ഇനി അറിഞ്ഞിരിക്കുക, ദാമോദർ നദീതട പദ്ധതിയിൽ ദാമോദർ നദി ഹൂഗ്ലി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ്. ഹൂഗ്ലി നദി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗംഗാ നദിയുടെ പ്രധാനപ്പെട്ട കൈവഴിയാണ്. ഹൂഗ്ലി നദിയുടെ തീരത്താണ് കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ PSCയുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒപ്പം കോസി നദി ഇത് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് കോസി നദി എന്ന കാര്യം ഓർക്കുക. കോസി നദിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക, നേപ്പാളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് കോസി നദി. നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്, സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്, ഗുജറാത്തിലാണ്. അതേപോലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? നർമ്മദ നദി എന്ന കാര്യം ഓർക്കുക. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏതെന്ന് പറയുന്നത് നർമ്മദ നദി. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഇന്ത്യയിൽ നർമ്മദ നദി എന്ന കാര്യം ഓർക്കുക. ഈ നദി പതിക്കുന്നത് നമ്മൾ പഠിച്ചു അറബിക്കടലിലാണ് എന്ന് നമ്മൾ പഠിച്ചു. ഒപ്പം ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ നദി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നർമ്മദ നദി ഒഴുകുന്നത് സത്പുര പർവ്വതനിരകൾക്കും അതുപോലെ തന്നെ വിന്ധ്യ പർവ്വതനിരകൾക്കും ഇടയിലൂടെയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒപ്പം ഇന്ത്യയെ നോർത്ത് ഇന്ത്യ എന്നും സൗത്ത് ഇന്ത്യ എന്നും വേർതിരിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അവിടെയും ഉത്തരമായിട്ട് വരിക നർമ്മദ നദിയാണ്. ഇനി ചമ്പൽ നദിയുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് യമുനയുടെ പോഷക നദിയാണ് ചമ്പൽ നദി. യമുന എന്ന് പറയുന്നത് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഒപ്പം ഗംഗാ നദിയുടെ പോഷക നദികളിൽ പെടാത്തതേത് എന്നതാണ് നമ്മുടെ 9ാമത്തെ ചോദ്യം. 9ാമത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഗംഗാ നദിയുടെ പോഷക നദിയിൽ പെടാത്തത് ഏത് എന്ന് പറഞ്ഞു തന്നിരിക്കുന്ന 9ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ലോഹിത് നദിയാണ്. ലോഹിത് നദിയാണ് തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഗംഗയുടെ പോഷക നദികളിൽ പെടാത്തത്. ഗോമതി, കെൻ, കോസി എന്നിവയൊക്കെ ഗംഗയുടെ പോഷക നദികളാണ്. അറിഞ്ഞിരിക്കുക, ഏറ്റവും നീളം കൂടിയ നദിയാണ് ഇന്ത്യയിൽ ഗംഗാ നദി. അതേപോലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗാ നദി എന്ന കാര്യം ഓർക്കുക. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ് എന്ന കാര്യം ഓർക്കുക. ലോഹിത് നദി എന്ന് പറയുന്നത് ഹിമാലയൻ നദികളിലെ ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു എന്നീ നദികളെടുത്താൽ ഇതിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി. ഈ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് ലോഹിത് നദി എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. നദികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ തുടക്കം കുറിച്ച കോഴ്സിൽ ഈ എല്ലാ കാര്യങ്ങളും അതിൽ വളരെ കൃത്യമായിട്ട് ഞാനതിൽ വിവരിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്കത് കാണുകയും ചെയ്യാം. ഇനി നമ്മുടെ 10ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 10ാം ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് നിക്ഷേപമുള്ള സംസ്ഥാനം ഏത് എന്നതാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉത്തരം ഓപ്ഷൻ സി ആണ്, രാജസ്ഥാനാണ്. രാജസ്ഥാനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് നിക്ഷേപമുള്ള സംസ്ഥാനം. ഇനി അറിഞ്ഞിരിക്കുക, നമ്മുടെ 10ാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒഡീഷ എന്ന സംസ്ഥാനം, ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന ഒഡീഷ എന്ന സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് അറിയുക.
ഒഡീഷയുടെ നിലവിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നവീൻ പട്നായിക്കാണ്. അതേപോലെ തന്നെ മധ്യപ്രദേശിനെയാണ് ഇന്ത്യയുടെ ഹൃദയഭൂമി എന്ന് വിളിക്കുന്നത്. ഒപ്പം ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമാണ് റാഞ്ചി എന്ന കാര്യം ഓർക്കുക. രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. 11ാമത്തെ ചോദ്യം, ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ഏത് എന്നതാണ് 11ാം ചോദ്യം. ഉത്തരം ഡൽഹിയാണ് ഉത്തരമായിട്ട് വരിക. ന്യൂഡൽഹിയാണ് ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ജയ്പൂർ എന്ന് പറയുന്നത് ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനമാണ്. അലഹബാദ് എന്ന് പറയുന്നത് ഉത്തര മധ്യ റെയിൽവേയുടെ ആസ്ഥാനമാണ്. ജയ്പൂർ ഉത്തര പശ്ചിമ റെയിൽവേയുടേത്, അലഹബാദ് ഉത്തര മധ്യ റെയിൽവേ. അപ്പോൾ ഇത്രയും 11 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഈ പരീക്ഷയ്ക്ക് ചോദിച്ച പ്രധാനപ്പെട്ട ആദ്യത്തെ 11 GK ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. തുടർന്നുള്ള വീഡിയോ ക്ലാസ്സിലൂടെ ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള മറ്റു ചോദ്യങ്ങളും ഒപ്പം കേരള PSC പരീക്ഷകളൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ള കൂടുതൽ ചോദ്യപേപ്പറുകളും നമുക്ക് പരിചയപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ നിലനിർത്തുന്നത്. അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ ക്ലാസ് കണ്ടതിൽ വളരെയധികം സന്തോഷം. കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വൈകാതെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു.